ഏകദേശം ഒരു 10 വർഷത്തോളമായി ഞങ്ങൾ ഈ ബ്രിക്ക് മേക്കിംഗ് മേഖലയിൽ സജീവമാണ്. കോൺക്രീറ്റ് ബ്രിക്കുകൾ, പ്രത്യേകിച്ച് മുറ്റത്തേക്ക് വിരിക്കുന്ന ടൈലുകൾക്ക് ഇപ്പോൾ കുറേ കാലമായിട്ട് നല്ല ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ഉൽപ്പാദനം ഇതിന് ആവശ്യമാണ്. തൃശ്ശൂരിലുള്ള സാധന പ്ലാസ്റ്റിക് മോൾഡുകളാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ട് ഇപ്പോൾ നൽകുന്നത്. ഞങ്ങൾ ആദ്യം റബ്ബർ മോൾഡുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതിനൊരുപാട് പ്രശ്നങ്ങളും പരിമിതികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്ലാസ്റ്റിക് മോൾഡുകളെ പറ്റിയും തൃശ്ശൂരിൽ അതിൻ്റെ ഹോൾസെയിൽ മേക്കേഴ്സ് ആയിട്ടുള്ള സാധനയെ പറ്റിയും ഞങ്ങൾ അറിഞ്ഞത്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് മോൾഡിനെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സാധനയുടെ ഓഫീസിൽ പോയി ഞങ്ങളെല്ലാ സംശയങ്ങളും ദൂരീകരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആദ്യത്തെ പർച്ചേസ് ഓർഡർ കൊടുത്തത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയി പ്ലാസ്റ്റിക് മോൾഡുകളാണ് ഇവിടുത്തെ നിർമ്മാണം മുഴുവൻ. ഒരുപാട് ഗുണങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ സാധന പ്ലാസ്റ്റിക് മോൾഡുകളും നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന റബ്ബർ മോൾഡുകളും തമ്മിൽ. ഈ റബ്ബർ മോൾഡുകൾ നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുമ്പോൾ അതിനിടയിൽ ഒരു പ്ലൈവുഡൊക്കെ വെച്ചിട്ടാണ് നിർമ്മാണ വേളയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിരുന്നത്. റബ്ബർ മോൾഡിൻ്റെ വിലയും അതുപോലെ പ്ലൈവുഡിൻ്റെ വിലയും കൂടി വരുമ്പോൾ ഒരു വലിയ സംഖ്യ തന്നെ നമുക്കന്ന് ചെലവ് വന്നിരുന്നു. എന്നാൽ സാധാരണ പ്ലാസ്റ്റിക് മോൾഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പ്ലൈവുഡ് ആവശ്യമില്ല എന്ന് മാത്രമല്ല, റബ്ബർ മോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ വില മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഒരു റബ്ബർ മോൾഡിന് സാധാരണഗതിയിൽ നമുക്ക് ഏകദേശം 400 രൂപ മുതൽ 800 രൂപ വരെയാണ് വില നൽകേണ്ടി വരുന്നത്. അതേസമയം വെറും 70 രൂപ മുതൽ 200 രൂപ വരെയാണ് ഒരു പ്ലാസ്റ്റിക് മോൾഡിന് വില വരുന്നത്. ഡീമോൾഡിങ്ങിലാണ് റബ്ബർ മോൾഡ് നമുക്ക് ഒരു വലിയ ബാധ്യതയായി മാറുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ടൈല് ഒരു മോൾഡിൽ നിന്ന് അടർത്തിയെടുക്കണമെങ്കിൽ. ഇപ്പോൾ കമിഴ്ത്തി പിടിച്ച് അതുപോലെ ഈ മോൾഡിന്റെ വശങ്ങൾ കൈകൾ കൊണ്ട് അടർത്തി മാറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോ ടൈലും പൊളിച്ചെടുക്കുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് മോൾഡിങ്ങിലാണെങ്കിൽ ഈ ഡീമോൾഡിങ് വളരെ ഈസിയാണ്. ഒരു 1500 രൂപയോളം വില വരുന്ന ഒരു ചെറിയ എക്വിപ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡീമോൾഡിങ് പ്ലാസ്റ്റിക് മോൾഡിൽ ചെയ്യുന്നത്. ഒരു 3-4 സെക്കൻഡ് മതി ഒരു ടൈല് നമുക്ക് ഈ ഒരു എക്വിപ്മെന്റ് വഴിക്ക് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് റബ്ബർ മോൾഡിനെ അപേക്ഷിച്ച് ഡീമോൾഡിങ്ങിന് 1/3 സമയം മാത്രമാണ് പ്ലാസ്റ്റിക് മോൾഡിന് വരുന്നുള്ളൂ. അതായത് ഒരു റബ്ബർ മോൾഡ് സാധാരണഗതിയിൽ നമ്മൾ ഡീമോൾഡ് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് കുറഞ്ഞത് 5ൽ കൂടുതൽ പ്ലാസ്റ്റിക് മോൾഡുകൾ നമുക്ക് ഡീമോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ടൈലിന് പകരം 5ലേറെ ടൈലുകൾ ഡീമോൾഡ് ചെയ്ത് പുറത്തെടുക്കാൻ പ്ലാസ്റ്റിക് മോൾഡിന്റെ ഉപഭോക്താവിന് എളുപ്പം സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവത്തിൽ തന്നെ ബോധ്യപ്പെടുന്നുണ്ടായി. മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ പ്ലാസ്റ്റിക് മോൾഡുകളിലാണ് ഓരോ ഡിസൈൻ്റെയും ഈ ഇംപ്രഷൻ ടൈലുകൾ നന്നായിട്ട് ലഭിക്കുന്നത്. റബ്ബർ മോൾഡിനേക്കാൾ അതുകൊണ്ട് തന്നെ ഫിനിഷിങ്ങും കൂടുതൽ ലഭിക്കുന്നത് ഈ പ്ലാസ്റ്റിക് മോൾഡുകളിൽ തന്നെയാണ്. മറ്റൊരു പ്രത്യേകത ഞങ്ങൾ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് പ്ലാസ്റ്റിക് മോൾഡിന്റെ വെയിറ്റ് ആണ്. റബ്ബർ മോൾഡിന് ഏകദേശം ഒരു 2.5 കിലോയോളം തൂക്കം വരാറുണ്ട്. പോരാത്തതിന് ഈ പ്ലൈവുഡിന്റെ ഭാരം ഓരോ നമ്മളിപ്പോ ഒരു പണിക്കാരനെ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയെ ഇങ്ങോട്ട് ഈ പ്രോസസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇതിന്റെ ഒരു നിർമ്മാണ വേളയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ വെയിറ്റ് മൂലം ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ പ്ലാസ്റ്റിക് മോൾഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ റബ്ബർ മോൾഡുകൾ അപേക്ഷിച്ച് ഇതിന്റെ 4/1 മാത്രമാണ്, ഇതിന്റെ 4/1 വെയിറ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഈ വെയിറ്റ് കുറവ് ശരിക്കും ഡീമോൾഡിങ്ങിലാണ് നമുക്ക് കൂടുതൽ വ്യക്തമാവുക. നമുക്കറിയാം, ഇപ്പോൾ ഇന്റർനെറ്റ് യുഗമാണ്. ഇപ്പോൾ ഏത് കാര്യവും നമ്മൾ പെട്ടെന്ന് മാറി വരും. ഒരു ഡിസൈൻ കർഷിച്ച് ചിലപ്പോൾ ഒരു വർഷം പോലും ചിലപ്പോൾ നിലനിൽക്കാറില്ല. അപ്ഡേറ്റ് ചെയ്ത് ഈ ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഡിസൈൻസ് പുതിയ ഡിസൈൻസ് നമ്മൾ വാങ്ങിച്ചേ പറ്റും. അങ്ങനെ നോക്കുമ്പോഴും ഈ സാധന പ്ലാസ്റ്റിക് മോൾഡുകളാണ് നല്ലത്. കാരണം റബ്ബർ മോൾഡുകളെ അപേക്ഷിച്ച് ഒരു 1000 ഒരു ബൾക്ക് ഓർഡർ കൊടുക്കണമെങ്കിൽ പുതിയ കുറേ എണ്ണം വാങ്ങണമെങ്കിൽ വളരെ ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് മാത്രം മതി. ചുരുക്കി പറഞ്ഞ ഇനിയും റബ്ബർ മോൾഡുകളിൽ നിന്നും മാറാതിരിക്കുന്നത് മണ്ടത്തരാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. വിലയുടെ കാര്യത്തിലാണെങ്കിലും ഉറപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഫിനിഷിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും സാധന പ്ലാസ്റ്റിക് മോൾഡുകൾ സംഭവം സൂപ്പറാണ്. ഡീമോൾഡിങ്ങിലായാലും സമയലാഭത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇത് തന്നെയാണ് നമ്പർ 1. പഴയ സ്ക്രാപ്പുകൾക്ക് വില ലഭിക്കുന്നു എന്നുള്ളതും ഈ സാധന പ്ലാസ്റ്റിക് മോൾഡുകളിലെ മറ്റൊരു നേട്ടമാണ്. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, തൃശ്ശൂര് കൊക്കാലെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള
സാധന പ്ലാസ്റ്റിക് മോൾഡിൻ്റെ ഓഫീസിൽ പോവുക, പർച്ചേസ് ഓർഡർ കൊടുക്കുക, അത്ര തന്നെ.